ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ട്രിക്സ് ഇൻ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട 15 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചോദ്യം 1. അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമത് എത്തിയത്? അത് കേരളമാണ്. അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമത് എത്തിയത് കേരളം. ചോദ്യം 2. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായി തിരഞ്ഞെടുത്തത്? മാനിഫെസ്റ്റ്. മാനിഫെസ്റ്റ് എന്ന വാക്കാണ് കേംബ്രിഡ്ജ് ഡിക്ഷണറി 2024 വാക്കായി തിരഞ്ഞെടുത്തത്. ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിന് സമ്മാനിച്ചത് സൊഹറായ് എന്ന പരമ്പരാഗത പെയിന്റിംഗ്. 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനിൽ വെച്ചായിരുന്നു. ചോദ്യം 4. നെറ്റ്വർക്ക് ഇല്ലാതെയും കോൾ ചെയ്യാവുന്നതിനുള്ള D2D സാങ്കേതിക വിദ്യ ആദ്യമായി പരീക്ഷിച്ച നെറ്റ്വർക്ക്? അത് BSNL ആണ്. ചോദ്യം 5. 2024 ഒക്ടോബറിൽ നിലവിൽ വന്ന ബഷീർ മ്യൂസിയം ആൻഡ് റീഡിംഗ് റൂമിന് നൽകിയ പേര്? മതിലുകൾ. മതിലുകൾ എന്നാണ് ബഷീർ മ്യൂസിയം ആൻഡ് റീഡിംഗ് റൂമിന് നൽകിയ പേര്. ചോദ്യം 6. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും നടത്തുന്ന താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത്? അത് കരുതലും കൈത്താങ്ങും എന്നാണ് ആ പരാതി പരിഹാര അദാലത്തിന്റെ പേര്. ചോദ്യം 7. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമേ ഉള്ളതും ചൂടേറിയതുമായ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യം? പ്രോബ 3. പ്രോബ 3 യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ്. അത് സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമേ ഉള്ളതും ചൂടേറിയതുമായ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണ്. ചോദ്യം 8. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് ആര്? സമൈറ ഹുല്ലൂർ. സമൈറ ഹുല്ലൂർ ആണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ്. ചോദ്യം 9. PSLV C-60 റോക്കറ്റിൽ ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന ISRO സാങ്കേതിക വിദ്യയുടെ പേര്? ഡോക്കിംഗ് പരീക്ഷണം. ഡോക്കിംഗ് പരീക്ഷണമാണ് PSLV C-60 റോക്കറ്റിൽ ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന ISROയുടെ സാങ്കേതിക വിദ്യ. ചോദ്യം 10. കാഴ്ചയുടെ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ എഴുതിയ പുസ്തകമാണ് കാഴ്ചയുടെ സുവിശേഷം. ചോദ്യം 11. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് നൽകിയ പുതിയ പേര്? സ്നേഹാലയം. സ്നേഹാലയം എന്നാണ് സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് നൽകിയ പുതിയ പേര്. ചോദ്യം 12. RBIയുടെ പുതിയ ഗവർണർ? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ പുതിയ ഗവർണർ. ചോദ്യം 13. സിയാച്ചിനിൽ ആദ്യം നേവി ഹെലികോപ്റ്റർ ഇറക്കിയ മലയാളി? പ്രണയ് റോയ്. പ്രണയ് റോയ് ആണ് സിയാച്ചിനിൽ നേവി ഹെലികോപ്റ്റർ ഇറക്കിയ മലയാളി. ചോദ്യം 14. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പുതിയതായി നിലവിൽ വന്ന ടെർമിനൽ? അനന്ത. അനന്ത എന്ന ടെർമിനലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പുതിയതായി നിലവിൽ വന്നത്. ചോദ്യം 15. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്? ദാന. ഈ 15 ചോദ്യങ്ങളും ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ദാന. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പുതിയതായി നിലവിൽ വന്ന ടെർമിനലാണ് അനന്ത. സിയാച്ചിനിൽ ആദ്യ നേവി ഹെലികോപ്റ്റർ ഇറക്കിയ മലയാളി പ്രണയ് റോയ്. സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ പുതിയ ഗവർണർ. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് നൽകിയ പുതിയ പേരാണ് സ്നേഹാലയം. കാഴ്ചയുടെ സുവിശേഷം അടൂർ ഗോപാലകൃഷ്ണൻ എഴുതിയ പുസ്തകമാണ്. ഡോക്കിംഗ് പരീക്ഷണം ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന ISROയുടെ സാങ്കേതിക വിദ്യയാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് സമൈറ ഹുല്ലൂർ ആണ്. പ്രോബ 3 എന്നുള്ളത് സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമേയുള്ള പാളിയെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ്. കരുതലും കൈത്താങ്ങും എന്നത് താലൂക്ക് തല പരാതി പരിഹാര അദാലത്താണ്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണത്. മതിലുകൾ എന്നത് ബഷീർ മ്യൂസിയം ആൻഡ് റീഡിംഗ് റൂമിന് നൽകിയ പേരാണ്. നെറ്റ്വർക്ക് ഇല്ലാതെയും കോൾ ചെയ്യാവുന്നതിനുള്ള D2D സാങ്കേതിക വിദ്യ ആദ്യമായി പരീക്ഷിച്ചത് BSNL.
ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിന് ബ്രിക്സ് ഉച്ചകോടിക്കിടെ സമ്മാനിച്ചത് സൊഹറായി എന്ന പരമ്പരാഗത പെയിൻറ്റിംഗ് ആണ്. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാനിഫെസ്റ്റ്. അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതെത്തിയത് കേരളം. ഓക്കെ, എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്